സിനിമാ മേഖലയിലെ സംഘടനകളും വ്യക്തികളും ഇപ്പോൾ നടൻ ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ്. നേരത്തെ പുറത്താക്കിയ ഭൂരിപക്ഷം സംഘടനകളും തിരികെ എടുക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നടിക്കൊപ്പം നിന്നിരുന്ന ചിലർ പോലും ഇപ്പോൾ പൂർണ്ണമായും നടന് പിന്തുണ പ്രഖ്യാപിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പരസ്യമായ പ്രതിഷേധമറിയിച്ചു. ഫെഫ്കയിൽ നിന്നും രാജിവെച്ചു. നടി പാർവതി തിരുവോത്ത് വിധിയെ തന്നെ വിമർശിക്കാൻ ധൈര്യം കാണിച്ചു. ഗായിക സൈനോര ഫിലിപ്പിനെ പോലെ ചിലർ അവൾക്കൊപ്പം മാത്രം എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ തോന്നുന്ന ഒരു സംശയമുണ്ട്. കോടതി തെളിവില്ലെന്ന് കണ്ട് വിട്ടയച്ചയാൾക്കൊപ്പമല്ലേ ഇനി നിൽക്കേണ്ടത് എന്നതാണ് ആ ചോദ്യം. ഒരു കോടതി വിധിക്കുന്നത് അന്തിമമാണെങ്കിൽ പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്തിനാണ്? ഇവിടെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചന കേസിലെ പ്രതികളെയാണ് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും മനസാക്ഷിയാണ് എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. നടിക്കൊപ്പം ഇനിയും നിന്നാൽ ലോകത്തൊരു ശക്തിക്കും അതിനെ തടയാൻ കഴിയില്ല. തെളിവില്ലാതെ വിട്ടയച്ചു എന്നതിനർത്ഥം കുറ്റം നടന്നിട്ടില്ല എന്നല്ല. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ കുറ്റം നടന്നിട്ടുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വിധിച്ചിട്ടുണ്ട്. നടി അതിക്രമിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ എന്ന കാര്യവും 100% സത്യമാണ്. ഇനിയും ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം ഉള്ളിൽ കരുണയുള്ളവർ നിൽക്കുക തന്നെയും വേണം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇനിയും ആരൊക്കെയുണ്ട് അവൾക്കൊപ്പം? കുറ്റവിമുക്തരായവർ പോലീസിനെ പ്രതിയാക്കി തിരികെ കേസ് കൊടുക്കുന്നത് ന്യായമാണോ? അങ്ങനെ കേസ് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ശേഷം വിട്ടയക്കുന്ന ആദ്യത്തെ ആളല്ല നടൻ ദിലീപ്. നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പകുതിയിലധികം കേസുകളിലും പ്രതികൾ കുറ്റവിമുക്തരാവുകയാണ് ചെയ്യാറുള്ളത്. കുറ്റവിമുക്തരായി കഴിഞ്ഞാൽ നമ്പിനാരായണൻ ചെയ്തതുപോലെ പ്രതിയാക്കിയ പോലീസിനെതിരെ കേസ് നടത്തിയവരുണ്ട്. നഷ്ടപരിഹാരം ലഭിച്ചു കഴിഞ്ഞും പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വേറെ കേസും നടത്തുന്നുണ്ട് നമ്പിനാരായണൻ. ചാരപ്രവർത്തി നടന്നതാണെന്നും നമ്പിനാരായണൻ പ്രതിയാണെന്നും സിബി മാത്യൂസും RB ശ്രീകുമാറും ഇപ്പോഴും വാദിക്കുന്നുമുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി തന്നെ തെളിവില്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞതാണ്. ഇനി സിബി മാത്യൂസിനും RB ശ്രീകുമാറിനും ആ കേസിൽ നിന്നും ശിക്ഷയില്ലാതെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നിയമലോകം മുഴുവൻ നോക്കിയിരിക്കുകയുമാണ്. ഇരുവരും ശിക്ഷിക്കപ്പെട്ടാൽ കേസ് നടത്തിപ്പുകൾ തന്നെയാണ് പ്രശ്നബാധിതമാകുന്നത്. എല്ലാ കേസുകളും അത് സംശയത്തിന്റെ പുറത്തെടുക്കുന്നവയാണ്. അവയെല്ലാം 100% തെളിയിക്കപ്പെടാനും പോകുന്നില്ല. അല്ലെങ്കിൽ ഇനി നമ്പിനാരായണനെതിരെ സിബി മാത്യൂസും RB ശ്രീകുമാറിനും ഒക്കെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അത് നിലവിൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇവിടെ നടൻ ദിലീപ് കുറ്റവിമുക്തനായി പുറത്തിറങ്ങി ആദ്യം പ്രഖ്യാപിച്ചത് അതാണ്. കേസ് അന്വേഷിച്ച B സന്ധ്യയ്ക്കോ അന്വേഷണ സംഘത്തെ നയിച്ച ബൈജു പൗലോസിനോ ഒന്നും ദിലീപുമായി മുൻവൈരാഗ്യമില്ല. എന്നാൽ മഞ്ജു എന്ന ഒറ്റ വാക്കാണ് പ്രതികരണത്തിലെ 2ാം വരിയിൽ തന്നെ ദിലീപ് പറഞ്ഞത്. മുൻ ജീവിത പങ്കാളി എന്ന നിലയിൽ മഞ്ജുവിന് മുൻവൈരാഗ്യമുണ്ട് എന്ന് വാദിക്കാം. അത് തെളിയിക്കാൻ ഇരുവരും വിവാഹമോചിതരായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ആ പ്രതികരണം തന്നെ ആറ്റിക്കുറുക്കി പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ മഞ്ജുവിനുള്ള മുൻവൈരാഗ്യത്തിന് അതിജീവിത സ്വന്തം ജീവിതം നശിപ്പിച്ച് കേസ് നടത്തുമോ? ആ ചോദ്യത്തിനു കൂടി ഉത്തരം കണ്ടെത്തേണ്ടി വരും. ആക്രമിക്കപ്പെട്ട കാലത്തേക്കാൾ അതിജീവിത ഒരുപക്ഷേ സംഘർഷം അനുഭവിക്കുന്നത് ഇപ്പോഴാകും. കഴിഞ്ഞ 8 വർഷം മുഴുവൻ ഏതു കേസിന് വേണ്ടിയാണോ ജീവിച്ചത് അതാണ് ഇവിടെ പരാജയപ്പെട്ടത്. ഇവിടെ നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യമാണെങ്കിലും കോടതി കണ്ടെത്തിയത് മഹാഭാഗ്യമാണ്. സാധാരണ ഇത്തരം കേസുകളിൽ ആക്രമിച്ചവർ പോലും തെളിവില്ലാതെ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. ഈ കേസിന് ഒരു 2ാം ഘട്ടം ഉണ്ടാകുന്നതും ഇതുകൊണ്ടാണ്. പൾസർ സുനി എന്ന സുനിൽകുമാർ ലൈംഗിക അഭിനിവേശം തീർക്കാനല്ല ആ നടിയെ ആക്രമിച്ചത്. അതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഓടുന്ന കാറിൽ സഹപ്രതികൾക്കൊപ്പമായിരുന്നില്ല അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇത് ദൃശ്യം ചിത്രീകരിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. ആ ദൃശ്യം ചിത്രീകരിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ചോദ്യം. ആർക്കു വേണ്ടി എന്നാണ് ചോദ്യം. ആ ദൃശ്യം വെച്ച് സ്വന്തം നിലയ്ക്ക് ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയായിരുന്നോ ലക്ഷ്യം എന്നാണ് ചോദ്യം. അങ്ങനെയായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ വഴിക്ക് 1 രൂപ പോലും പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. നടി കേസിന് പോവുകയാണ് ചെയ്തത്. എന്നാൽ അമ്മയുടെ അക്കൗണ്ടിൽ പണമുണ്ട്. അതെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെടാൻ അവർ നിലവിൽ കോടതിയെ സമീപിച്ചതും. ആ പണം എവിടെ വന്നു? എവിടെ നിന്ന് വന്നു? ലക്ഷറി കാറിലാണ് സുനി കേസിന്റെ വിധി കേൾക്കാനായി കോടതിയിലേക്ക് എത്തിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങി നടക്കുന്ന കാലത്തെല്ലാം ആഡംബര ജീവിതമാണ് നയിച്ചത്. ഇക്കാലത്തൊന്നും ഇയാൾ 1 രൂപ വരുമാനമുള്ള എന്തെങ്കിലും ജോലി ചെയ്തതായി ആരും കണ്ടെത്തിയിട്ടില്ല. ഇതിനുള്ള പണം എങ്ങനെ സുനിക്ക് കിട്ടി? ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്നും ആ ദൃശ്യങ്ങളുടെ പേരിൽ പണം ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഏവർക്കും അറിയാം. ഇവിടെ പണം വന്ന ഉറവിടം കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞാൽ തന്നെ ഈ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തും.
പുറത്തു പോയ ഏതു സംഘടനയിലേക്കും ദിലീപിന് മടങ്ങിയെത്താം. വേണമെങ്കിൽ പുതിയ സംഘടന പോലും രൂപീകരിക്കാം. ഇപ്പോ ദിലീപ് കുറ്റാരോപിതനല്ല, തിരിച്ചെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് സംഘടനകളാണ്. ഇപ്പോൾ തന്നെ തിരിച്ചെടുക്കുകയോ അടുത്ത ഘട്ടത്തിൽ തിരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. അതിന് നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല താനും. ഇനി ദിലീപ് കുറ്റാരോപിതനായിരുന്നപ്പോൾ പുറത്താക്കണം എന്ന് പോലും ഉണ്ടായിരുന്നില്ല. പുറത്തു പോകാതെ ഒരു സംഘടനയുടെ ഭാഗമായി കുറച്ചുകാലം കൂടി ദിലീപ് തുടർന്ന സന്ദർഭവും ഉണ്ടായിരുന്നത് നമ്മളൊക്കെ കണ്ടതുമാണ്. അതത് സംഘടനകളുടെ ധാർമ്മികതയാണ് ആരൊക്കെ കൂടെ വേണം എന്ന് തീരുമാനിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം അന്നും ഇന്നും ശക്തമായി നിന്ന നടി പാർവതി തെരുവോത്തിന് സംഭവിച്ചത് നാം ഒക്കെയും കണ്ടതാണ്. പ്രതിഭയുടെ ധാരാളിത്തം ഉണ്ടായിട്ടും മലയാള സിനിമയിൽ അവസരം കുറഞ്ഞു. അങ്ങനെ സിനിമ കൈയൊഴിഞ്ഞിട്ടും നിലപാട് മാറ്റാതെ അവർ തുടരുകയും ചെയ്തു. നടൻ ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ അന്നും വാദിച്ച നടന്മാരുണ്ട്. ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ കൂറുമാറാതെ നടിക്ക് അനുകൂലമായി മൊഴി നൽകിയ ചിലരുണ്ട്. കൂറുമാറി പറഞ്ഞവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ധാർമ്മികത വച്ച് അളക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊന്നും പൊതു മാനദണ്ഡമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാത്രം ഇനി നടൻ അനുകൂലമായി മാത്രമേ ഇത്തരം സംഘടനകൾ സംസാരിക്കാവൂ എന്നുമില്ല. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ ഇനിയും കുറ്റക്കാരൻ എന്ന് വിളിക്കേണ്ടതുമില്ല. പക്ഷേ എല്ലാം അനുഭവിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ ഒപ്പമാണ് ആളുകൾ ഉണ്ടാകേണ്ടത്. അവൾ അനുഭവിച്ചത് മായയോ ഇന്ദ്രജാലമോ അല്ല. സ്വന്തം ശരീരത്തിലും മനസ്സിലുമാണ് അവൾക്ക് മുറിവേറ്റത്. അത് മറക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല. ഈ വിധി വന്നപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടോ എന്നറിയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ മുതൽ അടൂർ പ്രകാശ് വരെ പ്രതികരിച്ചൊരു രീതി കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് പോയ കുറച്ചുപേരെങ്കിലും ഈ നാട്ടിലുണ്ട്. അവനെ വിട്ടയച്ച അതേ കോടതി വിധി തന്നെ അവൾ അനുഭവിച്ചത് മുഴുവൻ ശരിവെക്കുന്നുണ്ട്. അത് കേട്ടാൽ അവൾക്കൊപ്പം അല്ലാതെ പിന്നെ എവിടെ നിൽക്കും? പുരുഷാവകാശ സംഘടന എന്ന അശ്ലീലവുമായി നടക്കുന്നവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുകയായിരുന്നു UDF-ന്റെ കൺവീനർ ചെയ്തത്. അത് KPCC അധ്യക്ഷൻ തന്നെ പരസ്യമായി തള്ളുകയും തിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്ന ന്യായീകരണവുമായി അടൂർ പ്രകാശ് എത്തിയത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറും രാഹുൽ ഈശ്വറും ഈ കേസിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലും അതിജീവിതകൾക്കൊപ്പമായിരുന്നില്ല. കുറ്റാരോപിതൻ പുറത്തു വാഴുമ്പോഴും രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കേണ്ടി വന്നതും അതുകൊണ്ടാണ്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ഇപ്പോൾ തന്നെ കുറ്റം പറയാനും ക്രൂശിക്കാനും തുടങ്ങിയവരുണ്ട്. അവരൊക്കെ രാഹുൽ ഈശ്വറിന്റെ അനുഭവം അറിയുന്നതും നല്ലതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ പൂണ്ട് വിളയാടുന്നവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അവനെ വിട്ടയക്കുക മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത്. അതിജീവിതയ്ക്കെതിരായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ 100% തല ഉയർത്തി നിൽക്കാൻ യോഗ്യതയുള്ളത് ആ അതിജീവിതയ്ക്ക് മാത്രമാണ്. അവരെ ഇനിയും ആക്രമിക്കുന്നത് നിർത്തുക. ഇല്ലെങ്കിൽ കൂടുതൽ രാഹുൽ ഈശ്വർമാരെ കൊണ്ട് നമ്മുടെ ജയിലറകൾ നിറയും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.